ഹായ് ഗൈസ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ബ്ലഡ് റിലേഷനാണ്. ബ്ലഡ് റിലേഷനിൽ നമ്മൾ എങ്ങനെയാണ് എല്ലാവരെയും റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് ആദ്യം അറിയണം. ഫീമെയിലിനെ റെപ്രസെൻ്റ് ചെയ്യുക സർക്കിൾ വെച്ചിട്ട്, മെയിലിനെ റെപ്രസെൻ്റ് ചെയ്യുക റെക്റ്റാങ്കിൾ വെച്ചിട്ട്, സിബ്ലിങ്സിനെ റെപ്രസെൻ്റ് ചെയ്യുക ഹൊറിസോണ്ടൽ ലൈൻ വെച്ചിട്ട്, ഇനി ഹസ്ബൻഡ് വൈഫിൻ്റെ റിലേഷനെ റെപ്രസെൻ്റ് ചെയ്യുക ഒരു ഡബിൾ ആരോ വെച്ചിട്ട്. പിന്നെ ജനറേഷൻ ഗ്യാപ്പ്, ഇപ്പം മദർ, ഫാദർ, ഗ്രാൻഡ് പാരൻസ്, അങ്കിൾ, ആൻറ്റി, നമ്മളെ മുതിർന്നവരെല്ലാം റെപ്രസെൻ്റ് ചെയ്യുക അപ്വേർഡ് ആരോ വെച്ചിട്ട്. പിന്നെ സൺ, ഡോട്ടർ എന്നെല്ലാം പറയുന്നത് ലോവർ ജനറേഷൻ, അതിനെ ഡൗൺവേർഡ് ആരോ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഇത്രയാണ് റെപ്രസെൻറ്റേഷനിൽ. ഇനി നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 6 മെമ്പേഴ്സ് ഇൻ എ ഫാമിലി ABCDEF. 2 മെമ്പേഴ്സ് ആർ കപ്പിൾസ്. ഈ ഫാമിലിയിൽ രണ്ട് മാരീഡ് കപ്പിൾസ് ഉണ്ട്. പിന്നെ D ഈസ് ഗ്രാൻഡ് മദർ ഓഫ് A ആൻഡ് മദർ ഓഫ് B. C ഈസ് വൈഫ് ഓഫ് B ആൻഡ് മദർ ഓഫ് F. F ഈസ് ഗ്രാൻഡ് ഡോട്ടർ ഓഫ് E. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ താഴെ നിന്ന് ക്വസ്റ്റ്യൻ്റെ അവസാനം തൊട്ടിച്ച് മേലോട്ടേക്ക് സ്റ്റാർട്ടിങ് വരെ പോവാൻ വേണ്ടത്. അതായിരിക്കും നമുക്ക് സിമ്പിളായിട്ട് കിട്ടുക. അപ്പം എഫ് ഈസ് ഗ്രാൻഡ് ഡോട്ടർ ഓഫ് ഇ. എഫ് എന്ന് പറയുന്നത് ഇൻ്റെ ഗ്രാൻഡ് ഡോട്ടർ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എഫ് എന്ന് പറയുന്നത് ഫീമെയിലാണെന്ന് നമുക്കിവിടെ മനസ്സിലായി. എഫ് എന്ന് പറയുന്നത് ഗ്രാൻഡ് ഡോട്ടർ എന്ന് പറയുന്നത് ഫീമെയിലാണ്. അപ്പം നമ്മളിവിടെ എഫിനെ സർക്കിളിൽ റെപ്രസെൻ്റ് ചെയ്തു. ഇനി അടുത്തത് പറയുന്നത് സി ഈസ് വൈഫ് ഓഫ് ബി ആൻഡ് മദർ ഓഫ് എഫ്. എഫിൻ്റെ മദറാണ് സി, പിന്നെ ബീൻ്റെ വൈഫുമാണ്. അപ്പം എഫിൻ്റെ മദർ സി, മദർ എന്ന് പറഞ്ഞാൽ ലേഡി ഫീമെയിലാണ്, സർക്കിളിൽ കൊടുത്ത്. പിന്നെ വൈഫ് ഓഫ് ബി ഡബിൾ ആരോ. അപ്പം സി വൈഫാണെങ്കിൽ ബി എന്ന് പറയുന്നത് ഹസ്ബൻഡ് ആയിരിക്കും. അതിനെ മെയിലായതുകൊണ്ട് റെക്റ്റാങ്കിളിൽ റെപ്രസെൻ്റ് ചെയ്തു. ഇനി അടുത്ത പറയുന്നതെന്ന് വെച്ചാൽ ഡി ഈസ് ഗ്രാൻഡ് മദർ ഓഫ് എ ആൻഡ് മദർ ഓഫ് ബി. ബീൻ്റെ മദറാണ് ഡി ആൻഡ് ഗ്രാൻഡ് മദർ ഓഫ് എ. ഗ്രാൻഡ് മദർ എന്ന് പറയുന്നത് ഫീമെയിൽ, ഗ്രാൻഡ് മദർ ഓഫ് എൻ്റെ ഗ്രാൻഡ് മദറാണെന്ന് പറയുന്നത്. അപ്പം എൻ്റെ നമ്മൾക്ക് എന്താണ് മെയിലാണോ ഫീമെയിലാണോ ഒന്നും തന്നില്ല. അപ്പോൾ നമുക്ക് അതിനെ റെക്റ്റാങ്കിളിലും സർക്കിളിലും ഇടാൻ പറ്റില്ല. പിന്നെ 2 മാരീഡ് കപ്പിൾസ് ഉണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഒരു മാരീഡ് കപ്പിൾ ഇത്, രണ്ടാമത്തെ മാരീഡ് കപ്പിൾ ഇവർ രണ്ടാളും, ഡിയും ഇയും. ഇനി നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ അകത്ത് ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഹൗ എ ഈസ് റിലേറ്റഡ് ടു എഫ്. എഫ് ആയിട്ട് എങ്ങനെ റിലേറ്റഡ്. ബിയും സിയും മാരീഡ് കപ്പിളാണ്. അങ്ങനെയാണ് ബീൻ്റെ സണ്ണോ ഡോട്ടറാണ് എ, പിന്നെ സീൻ്റെ ഡോട്ടറാണ് എഫ്. അങ്ങനെയാണെങ്കിൽ എയും എഫ് എന്ന് പറയുന്നത് സിബ്ലിങ്സ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ സിബ്ലിങ്സ്. നമ്മൾ സിസ്റ്റർ ബ്രദർ എന്ന് പറയാത്തത് എ മെയിലാണോ ഫീമെയിലാണോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ടാണ് നമ്മളത് സിസ്റ്റർ ആണോ ബ്രദർ ആണോ എന്ന് പറയാത്തത്. സിബ്ലിങ്സ് തരാം. ഹൗ സി ഈസ് റിലേറ്റഡ് ടു ഡി. സി ഡിയു ആയിട്ട് എങ്ങനെയാണ് റിലേറ്റഡ് ആയിട്ടുള്ളതെന്ന് ചോദ്യം. സീൻ്റെ ഹസ്ബൻഡാണ് ബി, ബീൻ്റെ മദറാണ് ഡി, ബീൻ്റെ മദറാണ് ഡി. അപ്പോൾ സി ആരായിരിക്കും? ഡീൻ്റെ ഡോട്ടർ ഇൻ ലോ. എ ഈസ് എ ഈൻ്റെ ആരാണ്? ഈൻ്റെ വൈഫാണ് ഡി, ഡീൻ്റെ സണ്ണാണ് ബി, ഈ ബീൻ്റെ സണ്ണോ ഡോട്ടറോ ആണ് എ. അപ്പം ഈൻ്റെ ഗ്രാൻഡ് ചൈൽഡ്, ഈൻ്റെ സണ്ണാണ് ബി, ഈ സണ്ണിൻ്റെ സണ്ണോ ഡോട്ടറാണ് എ. അപ്പോൾ ഈൻ്റെ ഗ്രാൻഡ് ചൈൽഡ് ആയിരിക്കും എ. അപ്പോൾ എ എന്ന് പറയുന്നത് ഈൻ്റെ ഗ്രാൻഡ് ചൈൽഡ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ഈസ് മദർ ഓഫ് ബി, ബി ഈസ് സിസ്റ്റർ ഓഫ് സി, ഡി ഈസ് സൺ ഓഫ് സി, ഇ ഈസ് ബ്രദർ ഓഫ് ഡി, എഫ് ഈസ് മദർ ഓഫ് ഇ, ജി ഈസ് ഡോട്ടർ ഓഫ് ബി, എച്ച് ഹാസ് ഓൺലി 2 children ബി ആൻഡ് സി. ഹൗ എഫ് റിലേറ്റഡ് ടു എച്ച്, ഹൗ സി റിലേറ്റഡ് ടു ഇ, ഹൗ ബി റിലേറ്റഡ് ടു എഫ്. ഇങ്ങനെയാണ് നമ്മളെ ക്വസ്റ്റ്യൻ ഉള്ളത്. ഇനി ഇങ്ങനെ സോൾവ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ എച്ച് ഹാസ് ഓൺലി 2 children ബി ആൻഡ് സി.
എച്ചിന് 2 ചിൽഡ്രനാണ് ബിയും സിയും. ജി ഈസ് ഡോട്ടർ ഓഫ് ബി. ബീൻ്റെ ഡോട്ടറാണ് ജി. അപ്പോൾ ജി ഡോട്ടറാണെന്ന് കിട്ടി, ഫീമെയിൽ സർക്കിളിൽ കിട്ടി. എഫ് ഈസ് മദർ ഓഫ് ഇ. ഇത് നമുക്ക് ഇപ്പുറം നമ്മൾ ഇതിൻ്റെ അകത്തൊന്നും പറയാത്തതുകൊണ്ട് ഇപ്പം തന്നെ എഴുതാം. എഫ് ഈസ് മദർ ഓഫ് ഇ. മദർ എന്ന് പറഞ്ഞുകൊണ്ട് സർക്കിൾ. ഈസ് ബ്രദർ ഓഫ് ഡി. ഇ എന്ന് പറയുന്നത് ഡീൻ്റെ ബ്രദറാണ്. അപ്പം ഈനെ റെക്റ്റാങ്കിളിലിട്ട്. ഡി ഈസ് സൺ ഓഫ് സി. സീൻ്റെ സണ്ണാണ് ഡി. അപ്പം ഡീനെ റെക്റ്റാങ്കിളിട്ട് സണ്ണ് എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ ഉള്ളത് ബി ആൻഡ് സി ആർ സിസ്റ്റേഴ്സ്. ബിയും സിയും സിസ്റ്റേഴ്സാണ്. ബി സിസ്റ്റർ ഓഫ് സി. ബി സീൻ്റെ സിസ്റ്ററാണെന്ന് പറഞ്ഞിട്ടുള്ളൂ. സീൻ്റെ മെയിലാണോ ഫീമെയിലാണോ നമ്മളോട് പറഞ്ഞിട്ടില്ല. പിന്നെ ഉള്ളത് എ ഈസ് മദർ ഓഫ് ബി. ബീൻ്റെ മദറാണ് എ. അങ്ങനെയാണെങ്കിൽ എച്ചിൻ്റെ ഡോട്ടറാണ് ബി എന്ന് പറഞ്ഞ് എൻ്റെ ഡോട്ടറാണ് ബി. അപ്പം ഇത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കും. പിന്നെ അടുത്തത് സീൻ്റെ സണ്ണാണ് ഡി. ഡീൻ്റെ ബ്രദറാണ് ഇ. ഈൻ്റെ മദറാണ് എഫ്. അപ്പം സിയും എഫ് എന്ന് പറയുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഹസ്ബൻഡ് വൈഫ് ആണെങ്കിൽ സി എന്ന് പറയുന്നത് നമുക്ക് മെയിലാണെന്ന് മനസ്സിലായി. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ തന്നതെന്ന് വെച്ചാൽ ഹൗ എഫ് റിലേറ്റഡ് ടു എച്ച്. എഫ് എങ്ങനെയാണ് എച്ചുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. എഫിൻ്റെ ഹസ്ബൻഡാണ് സി. സീൻ്റെ ഫാദറാണ് എച്ച്. അപ്പം എഫ് എന്ന് പറഞ്ഞാൽ എച്ചിൻ്റെ ഡോട്ടർ ഇൻ ലോ ആയിരിക്കും. ഡോട്ടർ ഇൻ ലോ. ഹൗ സി റിലേറ്റഡ് ടു ഇ. സി എങ്ങനെ ഇ ആയിട്ട് റിലേറ്റ് ചെയ്ത്. സി ഈൻ്റെ മദറിൻ്റെ ഹസ്ബൻഡാണ് സി. അപ്പോൾ സി എന്തായിരിക്കും ഈൻ്റെ ഫാദർ. ഹൗ ബി റിലേറ്റഡ് ടു എഫ്. ബി എങ്ങനെയാണ് എഫ് ആയിട്ട് റിലേറ്റ് ചെയ്തത്. ബി എന്ന് പറയുന്നത് സീൻ്റെ സിസ്റ്ററാണ്. സീൻ്റെ വൈഫാണ് എഫ്. അപ്പം ബി എന്ന് പറയുന്നത് എഫിൻ്റെ സിസ്റ്റർ ഇൻ ലോ ആയിരിക്കും. സിസ്റ്റർ ഇൻ ലോ. ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നമ്മളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബി ഈസ് ഫാദർ ഓഫ് ക്യൂ. ബി ഹാസ് ഓൺലി 2 ചിൽഡ്രൻസ്. ക്യൂ ഈസ് ബ്രദർ ഓഫ് ആർ. ആർ ഈസ് ഡോട്ടർ ഓഫ് പി. എ ഈസ് ഗ്രാൻഡ് ഡോട്ടർ ഓഫ് പി. എസ് ഈസ് ഫാദർ ഓഫ് എ. ഹൗ എസ് റിലേറ്റഡ് ടു ക്യൂ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് എസ് ഈസ് ഫാദർ ഓഫ് എ. എസ് എന്ന് പറയുന്നത് എൻ്റെ ഫാദറാണ്. അപ്പോൾ എസ് എന്ന് പറഞ്ഞാൽ മെയിൽ റെക്റ്റാങ്കിൾ റെപ്രസെൻ്റ് ചെയ്ത്. പിന്നെ പറയുന്നത് എ ഈസ് ഗ്രാൻഡ് ഡോട്ടർ ഓഫ് പി. അതിൻ്റെ മുന്നേ ഇവിടെ പറയുന്നത് ആർ ഈസ് ഡോട്ടർ ഓഫ് പി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പീൻ്റെ ഡോട്ടർ എന്ന് പറയുന്നത് ആറാണ്. അപ്പോൾ ഇവർ രണ്ടാളും റിലേഷനിൽ ഉണ്ടായാൽ ഹസ്ബൻഡ് വൈഫാണെങ്കിൽ പി എന്താവും, അല്ല എ പീൻ്റെ ഗ്രാൻഡ് ഡോട്ടറായി. അടുത്തത് പറയുന്നതെന്ന് വെച്ചാൽ ക്യൂ ഈസ് ബ്രദർ ഓഫ് ആർ. ഒറിജിനലായിട്ട് ക്യൂ ബ്രദറാണ്. ബി ഹാസ് ഓൺലി 2 ചിൽഡ്രൻസ്. ബി ഈസ് ഫാദർ ഓഫ് ക്യൂ. ക്യൂവിൻ്റെ ഫാദറാണ് ബി. അങ്ങനെയാണെങ്കിൽ ഹൗ എസ് റിലേറ്റഡ് ടു ക്യൂ. എസ്സും ക്യൂവിൻ്റെ റിലേഷനെ നമുക്ക് നോക്കേണ്ട. അത് നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടിക്കഴിഞ്ഞ്. എസിൻ്റെ വൈഫിൻ്റെ ബ്രദറാണ് ക്യൂ. അപ്പം ബ്രദർ ഇൻ ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ സുനിത ഈസ് ഡോട്ടർ ഓഫ് കിരൺ. കനിക ഈസ് മദർ ഓഫ് കരൺ. മീര ഈസ് വൈഫ് ഓഫ് കരൺ. പൂനം ആൻഡ് ശ്രുതി ആർ ഡോട്ടർ ഓഫ് കരൺ. ഹൗ ശ്രുതി റിലേറ്റഡ് ടു കനിക.
ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ഫസ്റ്റ് എഴുതേണ്ടത് പൂനം ആൻഡ് ശ്രുതി ആർ ഡോട്ടർ ഓഫ് കരൺ. പൂനത്തിൻ്റെ പിയും ശ്രുതിൻ്റെ എസും. പൂനം ആൻഡ് ശ്രുതി ആർ ഡോട്ടർ ഓഫ് കരൺ. കരണിൻ്റെ ഡോട്ടറാണ് പൂനം ശ്രുതി. നെക്സ്റ്റ് പറയുന്നത് മീര ഈസ് വൈഫ് ഓഫ് കരൺ. മീര വൈഫ് ഫീമെയിൽ. അപ്പോൾ ഇത് മെയിലാണ്, മനസ്സിലായി. നെക്സ്റ്റ് പറയുന്നത് കനിക ഈസ് മദർ ഓഫ് കരൺ. കനിക ഈസ് മദർ ഓഫ് കരൺ. നെക്സ്റ്റ് പറയുന്നത് സുനിത ഈസ് ഡോട്ടർ ഓഫ് കിരൺ. കിരണിൻ്റെ ഡോട്ടറാണ് സുനിത. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഹൗ ശ്രുതി റിലേറ്റഡ് ടു കനിക. നമുക്ക് ഇത് മാത്രമേ നോക്കാനുള്ളൂ. ഇത് നമുക്ക് ഈ ഇൻഫർമേഷൻ നമുക്ക് ആവശ്യമില്ലാത്ത, അതുകൊണ്ട് നമ്മൾ അത് നോക്കിയേ വേണ്ട. നമ്മൾ ക്വസ്റ്റ്യൻ ഹൗ ശ്രുതി റിലേറ്റഡ് ടു കനിക. ശ്രുതി എങ്ങനെയാണ് കനിക വെച്ച് റിലേറ്റ് ചെയ്തിട്ടുള്ളത്? ശ്രുതിൻ്റെ ഫാദറിൻ്റെ മദറാണ് കനിക. അപ്പോൾ ശ്രുതി എന്ന് പറയുന്നത് ഗ്രാൻഡ് ചൈൽഡ് ആയിരിക്കും. ഗ്രാൻഡ് ചൈൽഡ് ഓർ ഗ്രാൻഡ് ഡോട്ടർ? ഗ്രാൻഡ് ഡോട്ടർ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വേറൊരു മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാവില്ലേ, ഒരു പേഴ്സണിനെ പോയിൻ്റ് ചെയ്യിച്ച് ഇങ്ങനെ പറയുന്നത്, അങ്ങനത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.